ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അപ്പം ദേവയാനി ഭയങ്കര ഒരു മാനസികാവസ്ഥയിലാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആദർശന്റെ അച്ഛനും ഉണ്ട്. ആദർശന്റെ അച്ഛനും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് വന്ന ഒരു തീരുമാനം പറയുകയാണ്, ഞാന് ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നില്ല, ഒരു വീടെടുത്ത് മാറാൻ പോവുകയാണെന്ന്. ഇത് കേൾക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ എന്താ അല്ലെ ദേവയാനിയുടെ. ദേവയാനി അങ്ങനെ നമ്മുടെ ആദർശനെ മാറി നിൽക്കുന്നതോ ഒന്നുമല്ല. ഇതുവരെ ആദർശ ആ കുടുംബത്തിന് വേണ്ടി സത്യം പറഞ്ഞ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അറിയാതെയാണ് മുത്തശ്ശനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫാൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആദർശനെ അങ്ങോട്ട് തള്ളി പറയുന്നത് അത് സഹിക്കാവുന്നതിനും അപ്പുറം തന്നെയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് വരികയാണ് കേട്ടോ. ദേവയാനിയോടും ആദർശന്റെ അച്ഛനോടും സംസാരിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ ആദർശന്റെ അച്ഛൻ പറഞ്ഞു, എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട് മോനെ എന്ന് പറഞ്ഞു. അപ്പം ആദർശനൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞാണ് റൂമിലേക്ക് കയറി വന്നത്. അപ്പം ആദർശ് ചോദിച്ചു, എന്താ അച്ഛന് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഏതായാലും എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. നിന്റെ ഭാഗത്താണ് തെറ്റുണ്ടായേക്കുന്നത്. അച്ഛനത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റത്തില്ല. കാരണം ഇതുവരെ ഞങ്ങൾ ഇത്രയും നാളായിട്ട് ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം, ഇത്രയും വലിയൊരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടത് വന്നിട്ടില്ല അച്ഛന്. അതുകൊണ്ടാണ് അച്ഛന് ഇതങ്ങോട്ട് കൂടുതൽ എഫക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നീ വളരെ സൂക്ഷിച്ചു വേണം ഇനി കൈകാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ അച്ഛന് ഇപ്പം നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നിനക്ക് അച്ഛനോട് ദേഷ്യം തോന്നുകയല്ല ചെയ്യേണ്ടത്. അതെന്താണ് കാരണം, എന്തുകൊണ്ടാണ്, അതിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നൊക്കെ നോക്കുക ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, അതെ ഞാൻ അതിന് തന്നെ അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശന്റെ ഈ ഒരു മാനസികാവസ്ഥ മാറ്റണം. അതിന് ഞാനും കൂടെ തെറ്റുകാരനാണല്ലോ. ഒരിക്കലും മൂർത്തീസ് ജ്വല്ലറിയുടെ പതനം കാണരുത് എന്ന് ആഗ്രഹിച്ചവരല്ലേ നമ്മൾ ഓരോരുത്തരും. ഈ കുടുംബം എന്ന് മൂർത്തീസ് ജ്വല്ലറി കാരണമല്ലേ ഉയർന്നു വന്നിട്ടുള്ളൂ. അപ്പൊ മൂർത്തീസ് ജ്വല്ലറിയുടെ MD തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് മുത്തശ്ശന് താങ്ങാൻ പറ്റില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. വേറൊന്നുമല്ല, ഞാൻ തൽക്കാലം വീട് മാറാൻ പോവാന്ന്. ഇത് കേട്ട് നമ്മുടെ ദേവയാനി അങ്ങ് ഞെട്ടുകയായിട്ട്. ദേവയാനി ചോദിച്ചു, എന്താ മോനെ ഈ പറയുന്നത്, നീ വീട് മാറാൻ പോകുകയാണെന്നോ? ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ നീ എന്തിനാ വീട് മാറുന്നത്? നീ നയനയുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവൾ ഇതിനൊക്കെ സമ്മതിച്ചോ? അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. പറഞ്ഞല്ലോ, ഈ ഒരു അവസ്ഥയിൽ എനിക്കിപ്പോ ഇവിടുന്ന് മാറി നിന്നേ പറ്റൂ. എന്റെ ആത്മാഭിമാനത്തെ ചൂഷണം ചെയ്യുന്ന വിധത്തിലായി പോവും ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. സ്വയം ഞാൻ ഉരുകി ഉരുകി തീരേണ്ട വരും. എൻ്റെ ഒരു അഭിമാനത്തിന് വേണ്ടി, എൻ്റെ അഭിമാനത്തിന് വ്രണം വരാതിരിക്കാൻ വേണ്ടി എനിക്ക് ഈ വീട്ടിൽ നിന്ന് മാറിപ്പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു, ഇല്ല, ഞാൻ സമ്മതിക്കത്തില്ല. അത് എവിടുത്തെ ന്യായമാണ്? ഈ വീട്ടിൽ തെറ്റ് ചെയ്യുന്ന ഓരോരുത്തരും ഈ വീട്ടിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നത് അറിയാലോ. അഭി തെറ്റുകളുടെ കൂമ്പാരത്തിലാ നിന്നോണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അതൊന്നും എനിക്കറിയില്ല അമ്മേ. അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അഭിമാനത്തിന് വ്രണം സംഭവിക്കുന്ന ആ ഒരിതാ ഇപ്പൊ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇതിന്റെ പുറകിൽ എന്താണ് എന്ന് എനിക്ക് അറിയണം. അതറിഞ്ഞിട്ട് ഞാൻ ഇനി എൻ്റെ മുത്തശ്ശന്റെ മുഖത്ത് നോക്കത്തുള്ളൂ. എൻ്റെ മുത്തശ്ശനെ ഞാൻ ഫേസ് ചെയ്യത്തുള്ളൂ. ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണമുണ്ടല്ലോ. അത് ആരാണെങ്കിലും എനിക്കതിനെ കണ്ടുപിടിക്കണം. എനിക്കത് കണ്ടുപിടിക്കാതെ ഒരു സമാധാനം കിട്ടത്തില്ല. ഈ വീട്ടില് പഴയ ആദർശമായിട്ട് കഴിയണമെങ്കിൽ എനിക്ക് അത് കണ്ടുപിടിച്ചേ പറ്റൂ. അതുകൊണ്ട് അരുത് എന്ന് അമ്മ പറയരുത്. എനിക്ക് ഇവിടുന്ന് ഇപ്പം തൽക്കാലം വേറൊരു വീടെടുത്ത് മാറി നിൽക്കണം. ഇല്ല, ഞാൻ സമ്മതിക്കില്ല മോനെ, ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേവയാനി അവിടെ ഒറ്റക്കാലി കിടന്ന് ഭയങ്കരമായിട്ട് കരച്ചിലാണ് കേട്ടോ. അപ്പൊ ആദർശ് സമ്മതിക്കുന്നില്ല. ആദർശ് പറയുന്നത്, ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഇതിന് യാതൊരു മാറ്റവുമില്ല. ഇപ്പൊ തൽക്കാലം ഈ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും, അതുപോലെ കൊള്ളരുതാത്തവരൊക്കെ ആണെങ്കിലും ഞാൻ എന്തിനാ ഈ കുടുംബത്തിൽ നിൽക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. മുത്തശ്ശൻ പറഞ്ഞത് ന്യായമായ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. മുത്തശ്ശന് ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് എത്രത്തോളം മുറിവ് സംഭവിച്ചിട്ടുണ്ട്, എന്റെ മനസ്സ് എത്രത്തോളം വ്രണപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശ് അങ്ങ് മാറിപ്പോവാണ് കേട്ടോ. അപ്പൊ ദേവയാനി ആണെങ്കിൽ സമ്മതിക്കത്തില്ല. എന്റെ പൊന്ന് ജയേട്ട, ഒന്ന് അവനോട് സംസാരിക്കുക. എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഒട്ടും
പറ്റണില്ല. എന്റെ മോനില്ലാത്ത ഈ വീട്ടിൽ നിൽക്കാൻ എനിക്കതിന് സാധിക്കത്തില്ല. എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ തീരുമാനം എടുക്കുന്നത്? ദേ, ഇവിടെ തെറ്റുകളുടെ കൂമ്പാരത്തിൽ നിൽക്കുന്ന ഒരാളാണല്ലോ അഭിയും അവളുടെ അമ്മയൊക്കെ. അവരെ ഇറക്കി വിടാതെ എന്റെ മോനെ എന്തിനാ പറഞ്ഞയക്കുന്നത്? അല്ല, നിന്റെ മോനെ ആരാ ഇറക്കി വിടുന്നത്? നിന്റെ മോനെ ആരും ഇറക്കി വിടുന്നില്ലല്ലോ. നിന്റെ മോൻ തന്നെ ഇറങ്ങി പോകുന്നതല്ലേ. അവന്റെ ആത്മാഭിമാനത്തിന് മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവൻ പോകട്ടെ, അവന് സത്യം തെളിയിക്കട്ടെ. എന്താ സത്യാവസ്ഥ എന്ന് തെളിയിച്ചിട്ട് അവൻ വരട്ടെ. അങ്ങനെയാകുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. പിന്നെ അച്ഛനോട് ഇതൊക്കെ പറഞ്ഞ് തിരുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അച്ഛൻ ഇതൊക്കെ പറഞ്ഞാലും അത് എന്താ, അച്ഛൻ അങ്ങനെ അവനോട് പോവണ്ട എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. പക്ഷെ അച്ഛന്റെ മനസ്സിൽ അപ്പോഴും മുറിവുണ്ട്. അച്ഛന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന മുറിവും നമ്മുടെ ആദർശനോടുള്ള ആ ഒരു എന്താ പറയാ, വിശ്വാസം ഉണ്ടായിട്ട് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല ദേവയാനി. അത് നീ മനസ്സിലാക്ക്. അത് പ്രവൃത്തിയിലൂടെ തന്നെ മാറ്റേണ്ടി വരും. അച്ഛൻ അറിയണം ആദർശ് തെറ്റ് ചെയ്തിട്ടില്ല. ആദർശ് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് എന്നൊക്കെ അറിയാമെങ്കിലും അത് എന്തുകൊണ്ടാണ് അബദ്ധം പറ്റിയത്? ഇത്രയും നല്ല ബുദ്ധിയും കഴിവുമുള്ള ആദർശ് ഈ MD സീറ്റിൽ ഇരുന്നു കൊണ്ട് ഇത്രയും അബദ്ധം ചെയ്തു വെച്ചത് എന്തിനാണെന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നെ പൂർവികന്മാരായിട്ട് കൊണ്ടുവന്ന കുറെ പദവികളുണ്ടല്ലോ, അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ അത് നമുക്കൊന്നും മനസ്സിലാവില്ല. അത് ഒരുപാട് അച്ഛൻ അറിയാം. അച്ഛൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. മൂർത്തി ജ്വല്ലറിയാ അച്ഛന്റെ ജീവനും ജീവന്റെ തുടുപ്പൊക്കെ. അതുകൊണ്ടൊക്കെയാ ഇപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത്. ഏതായാലും ആദർശ് പോട്ടെ. അവന്റെ ഒരു തീരുമാനം പറഞ്ഞല്ലോ. അവനൊരു ആൺകുട്ടിയല്ലേ, അവനും തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്റെ പൊന്ന ചേട്ടാ, അവന് തീരുമാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നയനയുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയേ. എനിക്കറിയാം അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്ന് വെച്ച് അവൻ ചെയ്യേണ്ടത് വേണ്ട എന്ന് പറയാൻ മാത്രം നമ്മളോടൊപ്പം വളർന്ന നമ്മുടെ മക്കളല്ലേ. അവർക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ടല്ലോ. ദേവയാനി, നീ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് ദേവയാനിയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പൊ നയന റൂമിലിരുന്ന് ഭയങ്കര കരച്ചിൽ. ആദർശ് അങ്ങോട്ടേക്ക് ചെല്ലാണ്. നയന പറയാണ്, ഞാൻ വീടില്ല ആദർശേട്ട, ആദർശേട്ടൻ ഇവിടുന്ന് പോകണ്ട ആദർശേട്ട, എന്റെ ഈ ഒരു അവസ്ഥയിൽ ആദർശേട്ടൻ പോയാൽ എങ്ങനെയാ ശരിയാകുന്നത്? ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നയന ഭയങ്കര കരച്ചില്ല. ആദർശ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ നയനെ ശരിയാകുന്നത്? നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പറഞ്ഞതല്ലേ. എനിക്ക് പോയേ പറ്റൂ. എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഞാനിപ്പോൾ എന്റെ മുത്തശ്ശന്റെ മുമ്പിൽ കൂടെ നിൽക്കുന്നത്. അഭിനെ അറിയാലോ നിനക്ക്. അവന് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന് തെറ്റ് ചെയ്ത് അവന് ആ അഭിമാനത്തിന്റെ വിലയൊന്നും അറിയില്ല. പക്ഷെ അഭിമാനത്തിന്റെ വില നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. MD സീറ്റില് ഞാൻ നടുവ് നിവർത്തി ഇരുന്നു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ എനിക്ക് തന്നൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. MD സീറ്റ് പോട്ടെ, അത് വേണ്ട. പക്ഷെ മുത്തശ്ശന്റെ മനസ്സിലുള്ള സ്ഥാനം, വിശ്വാസം, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇതെല്ലാം തകർന്നു പോയി, ഉടഞ്ഞു പോയി. പക്ഷെ അതൊക്കെ ഇനി എത്രത്തോളം കൂട്ടി യോജിച്ചാൽ എത്രത്തോളം നന്നായിട്ടിരിക്കുന്നൊന്നും എനിക്ക് അറിയത്തില്ലെങ്കിലും നയനെ, എനിക്ക് പോയേ പറ്റൂ. ഞാൻ പോണം. ഞാൻ പോയിട്ട് ഇതിന്റെ പിന്നിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇതിനകത്ത് നിന്നുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്ത് നിന്നുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യും. ഇതിന്റെ പിന്നിൽ ആരാണ്, എന്താണ്, നമ്മുടെ ജ്വല്ലറിയെ തകർക്കാനായിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് അറിയണം. പിന്നെ നിനക്കറിയാമോ, ഇപ്പൊ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക മൂർത്തീസ് ജ്വല്ലറിനെ കുറിച്ച്. മൂർത്തീസ് ജ്വല്ലറിയുടെ വാർത്ത മാത്രമേ ഉള്ളൂ പത്രങ്ങളിൽ. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? മൂർത്തീസ് ജ്വല്ലറി തകരാൻ ആഗ്രഹിച്ചിരുന്ന എല്ലാവർക്കും ഇപ്പൊ സന്തോഷം ഉണ്ടായിട്ടിരിക്കുകയാണ്. മൂർത്തീസ് ജ്വല്ലറിനെ ലക്ഷ്യമാക്കിയ ഇപ്പൊ മീഡിയക്കാര് മുന്നിൽ നിൽക്കുന്നത്. കാരണം നമ്മളെ അത്രത്തോളം അടിച്ചു താഴ്ത്താനും അവർ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ഉയർന്നു പൊങ്ങി നിന്നത് കൊണ്ട് മാത്രമാണ് അടിച്ചു താഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം മാക്സിമം എല്ലാവരും വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ മൂർത്തീസ് ജ്വല്ലറിന് ചുറ്റും ശത്രുക്കളാണ്. അത് നീ മനസ്സിലാക്ക്. അതിൽ നിന്നൊക്കെ മൂർത്തീസ് ജ്വല്ലറിനെ രക്ഷിക്കണം. ഇതിന് പിന്നിൽ എന്താണെന്ന് അറിയണം. അതുകൊണ്ടാ ഞാൻ ഇപ്പൊ തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കുന്നത്. എനിക്കറിയാം നിനക്ക് വേണ്ടത് ഇപ്പൊ സ്നേഹവും കരുതലും അത്യാവശ്യം ഫുഡും ഒക്കെ തന്നെയാണ്. നല്ല ഫുഡൊക്കെ കഴിച്ച് നിന്നെ അമ്മ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാൻ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ എന്നേക്കുമായി കളഞ്ഞിട്ട് പോകുമെന്നല്ലോ. കുറച്ച് നാളത്തേക്ക് ഈ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക. നിനക്ക് എപ്പോ എന്നെ കാണാൻ തോന്നുന്നു അപ്പൊ നീ വന്നാൽ മതി. ഞാൻ അവിടെ ഉണ്ടാകും, ഒരു വിളിപ്പുറത്തുണ്ടാകും. അത് നീ മനസ്സിലാക്ക്. പക്ഷെ എന്റെ ആത്മാഭിമാനത്തിന് മുറിവ് സംഭവിച്ച ഇനി ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല നയന, എനിക്ക് പറ്റില്ല. ഞാൻ മുത്തച്ഛനോട് സംസാരിക്കാം ആദർശേട്ടാ, ഞാൻ മുത്തച്ഛനോട് സംസാരിക്കാം. ആദർശേട്ടാ, എന്താ ആദർശേട്ടാ പോവണ്ട ആദർശേട്ടാ. നീ മുത്തച്ഛനോട് സംസാരിച്ചിട്ട് എന്തിനാ? ചിലപ്പോ നീ മുത്തച്ഛനോട് സംസാരിക്കും, മുത്തച്ഛൻ പറയും ഞാൻ പോകരുത് എന്നൊക്കെ. പക്ഷെ അതിന് എന്തർത്ഥമാ ഉള്ളത്? അപ്പോഴും മുത്തച്ഛന്റെ മനസ്സിൽ എന്നോടുണ്ടായ ആ ഒരു വിശ്വാസക്കുറവ് അത് നിലനിൽക്കുകയുള്ളൂ. അതിനൊരു തീരുമാനം കണ്ടെത്തണമെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. നീ കരയരുത് എന്നും പറഞ്ഞ് നയനയെ ചേർത്ത് പിടിക്കാൻ കേട്ടോ. ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിയുടെ അച്ഛനും പെങ്ങളുമാണ് കേട്ടോ.
ഉയ്യോ, രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഭയങ്കര സന്തോഷമാണ്. അച്ഛനും മകളും ഇതിൽ പരം സന്തോഷം അച്ഛനും മകൾക്കും വേറെ കിട്ടാനില്ല. അങ്ങനെ നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ പതനത്തിൽ ആഘോഷിക്കുന്ന അവര്. ഏതായാലും ഈ ആഘോഷം എത്ര നാൾ നീണ്ടുപോകുന്ന അറിയില്ലല്ലോ. മാത്രമല്ല നമ്മുടെ അഭിയുടെ പെണ്ണ് നവ്യനെയും ആദർശിന്റെ പെണ്ണ് നയനെയും ആ വീട്ടിൽ നിന്നും അടിച്ച് വെളിയിൽ ആക്കുക തന്നെ വേണം. ആ വീട്ടിലുള്ളിടത്തോളം കാലം നമുക്ക് അവിടെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അവളുണ്ടല്ലോ ആ നവ്യ, അവള് സത്യത്തിൽ ഇപ്പം ആദർശിന്റെ തലയിൽ ഇരിക്കേണ്ടതായിരുന്നു മോളെ. പക്ഷെ പൊട്ടനായ നിന്റെ ചേട്ടനെടുത്ത് അവളെ തലയിൽ കയറ്റി വെച്ചു. അല്ല, നിനക്കെങ്ങനെയാ ഈ നവ്യനെ കുറിച്ചുള്ള അഭിപ്രായം? എന്റെ പൊന്നച്ച, അവളെ എനിക്ക് വേണ്ട. എന്റെ ഏട്ടന്റെ ഭാര്യയായിട്ടും എന്റെ നാത്തൂനായിട്ടും ഒന്നും വേണ്ട. അവളെയും ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം. അതുപോലെ തന്നെ നയന, അവളെ അഗ്രഗണ്യ, അവൾക്ക് ഭയങ്കര കാഞ്ഞ ബുദ്ധിയാ. അവളുണ്ടല്ലോ ആരാ സാധനം എന്നറിയാമോ? അവള് പതിയെ പതിയെ നൈസിലിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവളും പോട്ടെ, അവളും ആ വീട്ടിൽ നിന്ന് പോകുന്നത് തന്നെ നല്ലത്. എന്തിനാ ബുദ്ധിയുള്ള ഇതൊക്കെ വന്ന് അവിടെ കിടക്കുന്നത്? ദേ, ബുദ്ധിയൊക്കെ നമുക്കുണ്ട്. ആ ബുദ്ധിയിൽ കൂടുതലൊന്നും വേറെ ആർക്കും ഇവിടെ ഇല്ല മോളെ. അത് നിന്റെ തോന്നലാ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം ഇങ്ങനെ നിൽക്കുന്നത്. അല്ല, മോളൊരു കാര്യം ഓർത്തോ, ഇതിൽ നിന്ന് കിട്ടുന്ന ഷെയറിന്റെ പാതിയും എന്റെ മോക്കുള്ളതാ. ഓ എന്റെ അച്ഛ, എനിക്ക് ഈ ഷെയറിന്റെ പാതിയൊന്നും വേണ്ട. എന്റെ അച്ഛനെ എന്നും കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്റെ അച്ഛന്റെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. പണ്ടൊക്കെ അച്ഛനെ കുറിച്ച് ഞങ്ങൾക്ക് ഭയങ്കര ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അച്ഛൻ ഭയങ്കരനാണെന്നും ഭീകരനാണെന്നും ഒക്കെ. പക്ഷെ എന്റെ അച്ഛൻ പാവമാണെന്ന് എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. എനിക്ക് എന്റെ അച്ഛനെ മതി. എന്റെ അച്ഛൻ എന്നെ സ്നേഹിക്കണം, അതാ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും അച്ഛനും മോളും കൂടെ ഭയങ്കര കളി തന്നെയാ കളിക്കുന്നത്. ഈ കളി തീക്കളിയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശ് അനന്തപുരി തറവാട്ടിന്റെ പടി ഇറങ്ങുന്ന സീനാണ് കേട്ടോ. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് പടി ഇറങ്ങാണ്. നയനയുടെ കണ്ണുനീര് തുടച്ചിട്ടാണ് ആദർശ് പടി ഇറങ്ങുന്നത്. ആദർശ് പറയുന്നുണ്ട്, നീ കരയരുത്, കരയാൻ പാടില്ല, പറഞ്ഞല്ലോ, ഇപ്പൊ ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ട സമയമാണ്. മാത്രല്ല എനിക്കിപ്പം കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട്. എന്റെ ജാതകത്തിൽ ആ ദോഷങ്ങൾ തീരാൻ പോവാണ്. ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ടായിരിക്കും എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടിയൊക്കെ വരുന്നത്. അതുകൊണ്ട് നീ കരയല്ല നയന. എന്റെ ജാതകത്തിലുള്ളത് ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കണമല്ലോ. പിന്നെ ഞാനും ഈ ജോത്സ്യം പറഞ്ഞപ്പോൾ ഓർത്തായിരുന്നു, AC റൂമിലിരുന്ന് ഞാൻ എന്താ ഇതിന് മാത്രം അനുഭവിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഇപ്പം മനസ്സിലായില്ലേ, ഇപ്പം ഞാൻ എന്താ അനുഭവിക്കാൻ പോകുന്നതെന്ന്. ചില വിധിയുണ്ട്, അത് മാറ്റി തിരുത്താനൊന്നും ആരെ കൊണ്ടും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പോവാ, നീ കരയരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണ് ഇന്നത്തെ ഒരു അവസാന സീനായിട്ട് കാണിക്കുന്നത് കേട്ടോ. ഭയങ്കര വിഷമാണ് ദേവയാനിക്കുള്ളത്. ഏതായാലും ആദർശ് ഇറങ്ങിത്തിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല. ആരാണ് ഇതിന് പിന്നില്? ആരാണ് തനിക്കെതിരെ കളിക്കുന്നത്? ആരാണ് തന്നെ കുടുക്കിയത്? ഇതൊക്കെ ആദർശിനെ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ആദർശിന് ആ വീട്ടിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. കാരണം തെറ്റുകൾ ചെയ്ത് കൂട്ടുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷേ സത്യസന്ധതയായിട്ട് ജീവിച്ചിട്ട് ഒരു ഫാൾട്ട് സംഭവിക്കുമ്പോൾ ഇങ്ങനെ മുറിപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന, അത് മുത്തശ്ശനും ഒന്ന് മനസ്സിൽ വിചാരിക്കണമായിരുന്നല്ലേ. ഒരു ഫാൾട്ടല്ലേ നമ്മുടെ ആദർശിന് പറ്റിയിട്ടുള്ളൂ. ആദർശ് ഒരുപാട് തെറ്റുകളുടെ കൂമ്പാരത്തിലൊന്നും ഇതുവരെ പോയി അകപ്പെട്ടിട്ടില്ലല്ലോ. പക്ഷേ നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ ഇടിവെന്ന് പറയുന്നത് നമ്മുടെ മൂർത്തിക്ക് സഹിക്കാവുന്നതിലും അപ്പുറവുമാണ് കേട്ടോ. അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം. ഇനിയിപ്പം നമ്മുടെ ആദർശിന്റെ അച്ഛനെയും പെങ്ങളെയും ഒക്കെ പിടിച്ച് നമ്മുടെ ആദർശ് മുമ്പിലിട്ട് കൊണ്ടുവരുവോ, മുമ്പിലിട്ട് കൊടുക്കുവോ, അതിന്റെയൊക്കെ പിന്നിൽ എന്താണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പൊ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ വീഡിയോ കാണുന്നതിന്റെ ആദ്യം തന്നെ ഉണ്ടല്ലോ എന്നും ഒരു ലൈക്ക് അടിക്കണം കേട്ടോ. കാരണം അവസാനം ലൈക്ക് അടിക്കാൻ നിന്നാൽ നമുക്ക് റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ കയറി പോകത്തില്ല. അതാണ് പറയുന്നത്. നിങ്ങൾക്ക് ലൈക്ക് അടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പൊ ടാറ്റ, ബൈ ബൈ.